ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേണ്ടി വചനത്തിൻ്റെ ആ പുതിയ വെളിച്ചം ലഭിക്കാൻ ഗുഡ്നസ് TV ഒരുക്കുന്ന വചനദീപ്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന ചിന്താവിഷയം കഴിഞ്ഞ കാല വിശ്വാസവും നമ്മുടെ ഇന്നത്തെ വിശ്വാസവും തമ്മിലുള്ള മാറ്റത്തെക്കുറിച്ചാണ്. ഒരു കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടായിരുന്നു. ഒരു 25 വർഷം മുമ്പ്, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 10 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ നമ്മൾ കാണുന്നതും നമ്മളിലുള്ളതുമായത് പൂർണ്ണ വിശ്വാസമായിരുന്നു. എന്നാൽ ഒരു 8-10 കൊല്ലങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വിശ്വാസികളിൽ എവിടെയോ ഒരു മരവിപ്പ് കുടുങ്ങിയിട്ടുണ്ട്. ഒരു ചതഞ്ഞ ഞാങ്ങണ പോലെയുള്ളൊരവസ്ഥ, വിശ്വാസത്തിൽ എവിടെയോ ഒരു പൂർണ്ണതക്കുറവ്. അതുകൊണ്ട് തന്നെ ദൈവവചനം ശ്രവിച്ചിട്ടും ധ്യാനത്തിൻ്റെ വഴികളിലൂടെ നടന്നിട്ടും വിശ്വാസിയിൽ പരിവർത്തനം കാണുന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരായി നമ്മൾ മാറി. എന്നാൽ ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ മാത്രമായിരുന്നു. കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്ന കാലത്ത് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അന്ന് കടഭാരത്തെക്കുറിച്ചോ മക്കളെ ഭാവിയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒരു ചിന്തയും നമ്മളെ ഭരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് എവിടെ നമ്മൾ നോക്കിയാലും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാകട്ടെ, മറ്റുള്ളവരുടെ കഥകളാകട്ടെ, എല്ലാം ഒരു ചതഞ്ഞ വിശ്വാസത്തിലാണ് അധികം പേരും പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുവചനം നമ്മോട് പറയുകയാണ്, സുഭാഷിതങ്ങൾ 3:5 പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളിലെ പൂർണ്ണതയാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് നമ്മളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം എവിടെയോ ഒരു അപൂർണത നമ്മളെ ഭരിക്കുന്നു. നമ്മളിന്ന് എന്തൊക്കെയോ ഭാരങ്ങൾ ചുമക്കുന്നു. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്നവരായി മാറും. ആ വചനം പൂർത്തീകരിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. വഴി തെളിച്ചു തരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പം നമുക്ക് ആകെ വേണ്ടത് കർത്താവിൽ പൂർണ്ണ വിശ്വാസം മാത്രം മതി. ഭാവിയെക്കുറിച്ചോ നാളെക്കുറിച്ചോ കർത്താവ് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് തന്നെയാണ് പറയുക. അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നവരോട് ദൈവം പറയുകയാണ്, എന്താണ്? സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്. ദൈവത്തിലുള്ള വിശ്വാസവും നമ്മുടെ ബുദ്ധിയിലുള്ള വിശ്വാസവും ആശ്രയവും രണ്ടും രണ്ടാണ്. ബുദ്ധിയിൽ ചിന്തിക്കുന്ന, ബുദ്ധിയിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവവിശ്വാസത്തിൽ വളരാൻ പറ്റുകയില്ല. തിരുവചനത്തിൽ ഉടനീളം ബുദ്ധിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വിശ്വാസ രീതികളാണ് നമ്മൾ കാണുക. രക്തസ്രാവക്കാരിയിൽ ബുദ്ധിയില്ലായിരുന്നു. കാരണം അവൾ യേശുവിനെ പറ്റി കേട്ടിരുന്നു, ആ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ആ യേശുവിൽ നിന്നൊരു കൈവപ്പ് പ്രാർത്ഥനയോ ഒരു ഷെയറിംഗ് ഒന്നും അവൾ ആഗ്രഹിച്ചില്ല. ആ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എൻ്റെ രക്തസ്രാവം സുഖപ്പെടും എന്ന വിശ്വാസം. അതിനെയാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുക. കാരണം യേശുവിൻ്റെ ഒരു കൈവപ്പാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ധ്യാനഗുരുവിൻ്റെ കൈവപ്പിന് വേണ്ടി നമ്മളിന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യും, ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി. ഒരു ശുശ്രൂഷകൻ വചനം പ്രഘോഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ നോക്കി നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയാണ്. എന്നാൽ രക്തസ്രാവക്കാരി അതൊന്നും ചിന്തിച്ചില്ല. യേശുവിനെ പറ്റി കേട്ടു, ആ കേൾവി അവിടെ ഉള്ളിൽ വിശ്വാസമായി മാറി. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, റോമർ 10:17, വിശ്വാസം എന്നത് കേൾവി വഴിയും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം വഴിയുമാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് യേശുവിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വളരുകയാണ്. ആ വിശ്വാസമാണ് അവളെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. എന്നിട്ട് ജനങ്ങളെ വകഞ്ഞു മാറ്റി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടുന്നു.
അവിടെ ശരീരത്തിൽ അക്കാലം അത്രയും ഒരു വൈദ്യനും സുഖപ്പെടുത്താനാവാത്ത രക്തസ്രാവം എന്ന രോഗം തൽക്ഷണം അവളെ വിട്ടുമാറുന്നു. അതവൾ ശരീരത്തിൽ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. യേശു ആകട്ടെ ആരാണ് എന്നെ സ്പർശിച്ചതെന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. സ്ലീഹന്മാരൊക്കെ പറയുന്നുണ്ട്, ഗുരു ഞങ്ങൾ തട്ടിയും മുട്ടിയും ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ ആരുടെയെങ്കിലും ശരീരം തട്ടിയതായിരിക്കും. ഈശോ പറഞ്ഞു, അല്ല, എന്നെ വിശ്വാസത്തോടെ ആരോ സ്പർശിച്ചു. അപ്പം ഈ പൂർണ്ണ വിശ്വാസം എവിടെയുണ്ടോ ആ വിശ്വാസിയെ നോക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ ആയിരക്കണക്കിന് ജനം തട്ടിമുട്ടി ഉരുമി നടന്നിട്ടും യേശു ആ ചോദ്യം ചോദിക്കുന്നില്ല. എന്നാൽ തീവ്രമായ അഭിനിവേശത്തോടെ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടാൽ മതി, എൻ്റെ ഈ രോഗം സുഖം പ്രാപിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൻ്റെ ഉടമയായ രക്തസ്രാവക്കാരിയുടെ സ്പർശനം യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചു. ആ ശക്തി പുറപ്പെട്ടതായിട്ട് യേശു തിരിച്ചറിയുന്നു. അപ്പോൾ യേശു ചോദിക്കുന്നു, ആരാണെന്നെ സ്പർശിച്ചത്? സത്യത്തിൽ ഈ വിശ്വാസം നമുക്കുണ്ടായിരുന്നു ഒരു കാലത്ത്. ധ്യാനം കൂടിയ ആദ്യ വേളകളിൽ ഒരു 20-25 വർഷമൊക്കെ മുമ്പ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തീവ്രമായ വിശ്വാസത്തിന് ഉടമകൾ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയോ നമ്മളിങ്ങനെ ശുഷ്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, ഒരുപക്ഷെ കർത്താവിനെ പ്രഘോഷിക്കുന്നുണ്ടാകാം, പക്ഷെ എവിടെയോ നമ്മളിലേക്ക് നോക്കി നമ്മൾ നെടുവീർപ്പിടുന്നു. തിരുവചനത്തിൽ അടുത്ത് നമ്മൾ പറയുകയാണ്, സുഭാഷിതങ്ങൾ 28:26, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവർ ഭോഷന്മാരാണെന്നുള്ള വചനമാണ് കർത്താവ് പറയുന്നത്. അവൻ ഭോഷനാണെന്നാ പറയുക. ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തിൻ്റെ മാർഗമാണ് ദൈവത്തിൻ്റെ മാർഗം. അപ്പം സ്വന്തം ബുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്ന വ്യക്തി ഭോഷനാണ്. ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. കാരണം അവന് വേറൊന്നിനെക്കുറിച്ച് ടെൻഷനില്ല. നാളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒരു ഉത്കണ്ഠയില്ല. എൻ്റെ കർത്താവ് നോക്കിക്കോളും, എൻ്റെ കർത്താവ് എന്നെ നയിച്ചോളും, എൻ്റെ മക്കൾക്ക് സുരക്ഷിതമായ ഭാവി ലഭിക്കും. അല്ലാത്തവനാണ് ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ട് മടുത്തു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം എന്താണ്? നമ്മുടെ ധ്യാനരംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാൽ ശുശ്രൂഷകരും കേൾക്കുന്ന വിഷയമാണ്, ബ്രദറെ പ്രാർത്ഥിക്കും, എൻ്റെ മകള് ഇന്ന പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്, പ്രാർത്ഥിക്കും, എൻ്റെ മകൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു, പ്രാർത്ഥിക്കും, എൻ്റെ മകൾ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതല്ലാതെ വേറൊരു പ്രാർത്ഥനാ വിഷയം നമ്മളെ തേടി വരുന്നില്ല. എൻ്റെ മകൾക്ക് വിശുദ്ധ കുർബാനയിൽ ഭക്തിയില്ല, എൻ്റെ മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് വിശ്വാസമില്ല എന്നൊരു പ്രാർത്ഥനയൊന്നും ഇന്ന് വരുന്നില്ല. പണ്ട് മാതാപിതാക്കൾ ഉത്കണ്ഠപ്പെട്ടിരുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾക്കുള്ള വിശ്വാസം ഞങ്ങളെ മക്കൾക്കില്ലല്ലോ, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണേ. പക്ഷെ ഇന്ന് അതൊന്നുമല്ല പ്രശ്നം. ഈ ജർമ്മനിയിൽ പോകുന്ന, ഇംഗ്ലണ്ടിൽ പോകുന്ന, യൂറോപ്പിലേക്ക് പോകുന്ന മക്കൾക്ക് അവിടെ പള്ളിയുണ്ടോ? അവിടെ വിശുദ്ധ കുർബാന എൻ്റെ മക്കൾക്ക് കിട്ടുമോ? അവർക്ക് ഭക്തിയിൽ വളരാനുള്ള മാർഗമുണ്ടെന്നൊന്നും ഒരു മാതാപിതാക്കളും ചിന്തിക്കുന്നില്ല. മക്കൾ തീരും ചിന്തിക്കുന്നില്ല. അവൾക്ക് രക്ഷപ്പെട്ടാൽ മതി. അപ്പം ക്രിസ്തുവിൽ വളരാനുള്ള മാർഗം കൂടി ചിന്തിക്കാതെ ഇന്ന് നാട് വിട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അതിനുവേണ്ടി നമ്മളെപ്പോലെയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം പ്രാർത്ഥിച്ച് പലരും വിദേശത്തും ഇതുപോലൊക്കെ പോയി 2 മാസം 3 മാസം കഴിയുമ്പോൾ ഇതേപോലെ ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്, ബ്രദറെ എൻ്റെ മകനൊന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവന് ശമ്പളം കിട്ടുന്നില്ല, അവൻ മുറിയിലിരിക്കുകയാണ്, 4 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ചിലർ പറയും അവൻ ജയിലിലാണ്. ഈ പോകാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചവർ വീണ്ടും വന്ന് പറയുകയാണ്, വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കേട്ട് വിഷമം തോന്നുക, വളരെ പ്രയാസം തോന്നാറുണ്ട്. ഇത് മറ്റുള്ളവർക്ക് മുറിവാകും ഒരു പക്ഷേ ഈ രീതി, ഈ സംഭാഷണം. പക്ഷെ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുക. പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ടു കർത്താവിൽ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷ, എൻ്റെ മകൻ
ജർമ്മനിയിൽ പോയാൽ രക്ഷ കിട്ടും, എൻ്റെ മകൾ ഇറ്റലിയിൽ പോയാൽ എനിക്ക് രക്ഷ കിട്ടും, ഞങ്ങളുടെ കുടുംബം നന്നാവും, ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കും, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടിൽ കിട്ടും. എന്നാൽ 20 കൊല്ലം മുമ്പ് ഈ കാഴ്ചപ്പാടില്ലായിരുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രശ്നം മാറ്റും, കർത്താവ് ഞങ്ങൾക്ക് ഭവനം തരും, കർത്താവ് ഞങ്ങളെ മക്കളെ കെട്ടിക്കും. ഈ വിശ്വാസം അന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസം ചഞ്ചലമായ വിശ്വാസമായതുകൊണ്ട് നമ്മളിന്ന് രക്ഷ ജോലിയിലായിപ്പോയി, വരുമാനത്തിലെ ആയിപ്പോയി. അപ്പോൾ അവിടെയാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തകർച്ച. ആത്മീയ രംഗത്ത് വന്ന ഏറ്റവും വലിയ തകർച്ച അതാണ്. 1 യോഹന്നാൻ 5:14, അവൻ്റെ ഇഷ്ടാനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്നും നമുക്കറിയാം. അപ്പം കർത്താവിൻ്റെ ഇഷ്ടാനുസൃതമായ പ്രാർത്ഥന അതെന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു പരിധിവരെ നമ്മളിഷ്ടാനുസൃതമായ പ്രാർത്ഥനകളല്ല പ്രാർത്ഥിക്കുന്നത്. ഭാവി കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് സുഭാഷിതങ്ങൾ 3:5 നമ്മൾ ആദ്യം തന്നെ കേട്ട വചനം അതാണ്. എന്താണ്? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അപ്പം നമുക്ക് വഴി തെളിച്ചു തരാനും നമുക്ക് ഭാവി സുരക്ഷിതമാക്കാനും നമ്മളെ കർത്താവിന് സാധിക്കും. എന്നാൽ ആ തിരിച്ചറിവ് എന്ന് നഷ്ടപ്പെട്ടോ അന്നു മുതൽ നമ്മുടെ ആധ്യാത്മിക മേഖല ചുരുങ്ങി പോവുക. അതുകൊണ്ട് കർത്താവ് എന്നും വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസം എന്നത് പൂർണ്ണ വിശ്വാസം, ചഞ്ചല വിശ്വാസമല്ല. പൂർണ്ണ വിശ്വാസിക്ക് ഇന്നും അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അല്ലാത്ത വിശ്വാസിയിൽ അത്ഭുതവുമില്ല, അടയാളങ്ങളുമില്ല. ഇനി എന്തെങ്കിലും കേട്ടാലും നമുക്ക് വിശ്വാസം വരുന്നില്ല. ഇനി കർത്താവ് ചെയ്തു തരുന്ന വലിയ അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുമില്ല. പണ്ട് ഒരു കുഞ്ഞു കാര്യം കർത്താവ് നടത്തിയ വാനോളം അത് പുകഴ്ത്തി പറയുമായിരുന്നു. എൻ്റെ കർത്താവ് എനിക്ക് അത് നൽകി, എൻ്റെ കർത്താവ് എനിക്ക് ഇത് നൽകി. ഇന്ന് നമുക്ക് മല പോലത്തെ കാര്യം കർത്താവ് ചെയ്തു തന്നാൽ നമുക്ക് മനസ്സിലാകുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി തൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പം ഞാൻ അതിന് മറുപടി കൊടുത്തു. ചേച്ചി, നമുക്കൊക്കെ തലവേദനയുള്ളൂ, പക്ഷെ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർ തല തന്നെ ഇല്ലാത്തവരാണ്. എന്ന് വെച്ചാൽ അത്രയും പ്രശ്നക്കാരാണ്. നമുക്ക് നിസ്സാരം തലവേദനയല്ലേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ചേച്ചിക്ക് പറയേണ്ടതിലായിപ്പോയി. എന്ന് വെച്ചാൽ പറഞ്ഞ തെറ്റായിപ്പോയി. കാരണം ഞാൻ ഈ നിസ്സാര കാര്യമാണല്ലോ ഞാൻ ഇത്രയും ഊതിപ്പെരിപ്പിച്ച് വലിയ സംഭവമാക്കി പറഞ്ഞത്. ചേച്ചി പറയും എനിക്ക് ലജ്ജ തോന്നുന്നു. കുറച്ച് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു അവരോട്. അത്രമാത്രം പ്രയാസപ്പെടുന്നവർ നമുക്ക് ചുറ്റും കണ്ണീരോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് നിസ്സാരം ഒരു കൊച്ചു തലവേദന പ്രശ്നമുള്ളൂ. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ ഒരു കുഞ്ഞിനെ പറ്റി പറഞ്ഞ വാക്ക്, ആ കുഞ്ഞിനെ ഞാൻ കണ്ടു. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആ കുഞ്ഞ് കുടിക്കുന്ന വെള്ളം മുഴുവനും അത് ഒരു വശത്തിലൂടെ ചോർന്നു പോകുന്നു. ലൈംഗിക അവയവം എന്ന ആ ദാനം ആ കുഞ്ഞിനില്ല. ആ സ്ഥാനത്ത് ഒരു ദ്വാരം മാത്രം. കുഞ്ഞ് 8 വയസ്സുകാരനാണ്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് എന്തോരം അവയവങ്ങൾ ദൈവം കറക്റ്റായി തന്നിട്ടുണ്ട്. ആ അമ്മയുടെ ഈ കുഞ്ഞിന് ഈ ഒരു അവയവം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുടിക്കുന്ന വെള്ളം മുഴുവൻ അതിലൂടെ ലീക്കായി പോകുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഈ കുഞ്ഞിന് 3 തവണ ഈ അമ്മ സ്കൂളിൽ പോകണം. ഈ കുഞ്ഞിന് ഈ മൂത്രം ക്ലാസ്സിൽ ഒഴുകാതിരിക്കാൻ, നിക്കർ നനയാതിരിക്കാൻ അതിന് പാഡ് വെച്ച് കൊടുക്കാൻ വേണ്ടി. അമ്മ പറയുകയാണ്, ഞങ്ങൾ തൊഴിലുറപ്പ് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. കിട്ടുന്ന വരുമാനം ഈ കുഞ്ഞിന് പാഡ് വാങ്ങാനേ ഉള്ളൂ. 100-150 രൂപയ്ക്ക് പാഡ് വാങ്ങണം ഒരു ദിവസം, എങ്കിലേ ആ കുഞ്ഞിന് സ്കൂളിലേക്ക് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ക്ലാസ് ടീച്ചറും മറ്റുള്ള കുട്ടികളും അസ്വസ്ഥരാകും.
3 തവണ ആ കുഞ്ഞിനെ പോയി ഈ കാര്യം ചെയ്തു കൊടുക്കണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളും നമ്മുടെ മക്കളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പം ഞാൻ ഇങ്ങനെ 1-2 ഉദാഹരണങ്ങളാണ് ആ സഹോദരിയോട് പറഞ്ഞത്. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കൊക്കെ ഇത്ര പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ചുറ്റും താമസിക്കുന്നവർക്ക് മുഴുവൻ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് സഹോദരനിലേക്ക് നോക്കാൻ പറയുന്നത്. ഇന്ന് ഈ സഹോദരനിലേക്ക് നോക്കുന്നത് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വിട്ടു മാറാത്തത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ് 1-ാം അധ്യായം 6, 7, 8 തിരുവചനം. അവിടെ പറയുന്നതാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ചഞ്ചല പ്രകൃതി പൂർണ്ണ വിശ്വാസത്തിൻ്റെ കുറവാണ്. ചഞ്ചല പ്രകൃതി. കിട്ടുമോ ഇല്ലയോ, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ധ്യാനം കൂടിയിട്ടും കാര്യമില്ല, കുർബാനയിൽ പങ്കെടുത്തിട്ടും കാര്യം, ഒരു തോന്നൽ വരിക, ഒരു ചഞ്ചല പ്രകൃതി, ഒന്നിലും കാര്യമില്ല. ഇനി തൽക്കാലം പതുക്കെ അങ്ങ് മാറ്റിവെക്കാം. ഇതൊക്കെയാണ് മാറ്റിവെക്കാം. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ആത്മീയ രംഗത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ദൈവവചനം കേട്ട് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി വചനോത്സവം കൊടുക്കാനും മറ്റുള്ളവരെ ധ്യാനത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ എന്തോരം പ്രേക്ഷിതരുണ്ടായിരുന്നു. അന്ന് കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ല, ഭാവിയെക്കുറിച്ച് ചിന്തയില്ല. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് എല്ലാം ക്രമപ്പെടുത്തും. ഈ വിശ്വാസത്തിലാണ് പല അമ്മച്ചിമാരും പല ചേട്ടന്മാരും നമ്മളെപ്പോലെ ഒത്തിരി പേര് ഇതുപോലെ ഓടിയ കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊക്കെ നമ്മൾ ചുരുങ്ങി പുറകോട്ട് വലിക്കാൻ തുടങ്ങി. കാരണം ചഞ്ചല മനസ്സ്. അന്ന് ദൃഢമായ വിശ്വാസമായിരുന്നു. നമ്മുടെ പത്രോസ് ശ്ലീഹയുടെ കാര്യം എടുക്കാം. കടൽക്കരയിൽ മീൻ പിടിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനെ കർത്താവ് നേടിയെടുത്തപ്പോൾ 3 വർഷക്കാലം കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഒരു ഉത്കണ്ഠയില്ലാതെ ആ തൊഴിൽ പോലും ചെയ്യാതെയാണ് പിന്നെ ജീവിച്ചത്. കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം. പിന്നെ അവർ മീൻ പിടിക്കാൻ പോയത് നമ്മൾ കാണുന്നില്ല. പിന്നെ യേശുവിൻ്റെ കുരിശ് മരണശേഷമാണ് പിന്നെ മീൻ പിടിക്കാൻ വള്ളവും വലയായിട്ട് പോണത്. അതുവരെ ആ 3 വർഷക്കാലം ഇവരെവിടെ പോയി? ഇവരുടെ കുടുംബം എങ്ങനെ പോയി? ഇവിടെ കുടുംബം എങ്ങനെ ജീവിച്ചു? നമ്മൾ ചിന്തിക്കണം. ഞാൻ തമാശയ്ക്ക് ഓർക്കാറുണ്ട്, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ കാര്യത്തിൽ പോലും ശ്രദ്ധാലുവായിരുന്നു നമ്മുടെ കർത്താവെന്ന്. അതായത് അമ്മായിയമ്മയുടെ കാര്യത്തിൽ അത്ര പോലും ഒരു കുടുംബത്തിലെ തന്നെ അനുഗമിക്കുന്ന, തന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങേ അറ്റത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ് നമ്മുടെ കർത്താവ്. അമ്മായിയമ്മ ഒന്ന് പനി പിടിച്ച് കിടന്നപ്പോൾ ആ പനി മാറ്റാൻ വേണ്ടി ആ അമ്മായിയമ്മയുടെ അടുത്തേക്ക് കടന്നു ചെന്നവനാണ് നമ്മുടെ കർത്താവ്. അത്ര മാത്രമാണ് ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവിന് കരുതൽ. അപ്പം യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഒരു പരിപാലനം ആ വ്യക്തിക്ക് കൂടെ ഉണ്ടായിരിക്കും. ബർത്തിമ്യൂസിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൂർണ്ണ വിശ്വാസം ഈശോയുടെ കണ്ടു. എന്താണ് പൂർണ്ണ വിശ്വാസം? വിശുദ്ധ മർക്കോസിൻ്റെ 10:46 തിരുവചനം നമ്മൾ കാണുകയാണ്. ബർത്തിമ്യൂസ് യേശുവാണ് അതിലൂടെ കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവ് കിട്ടി. ബർത്തിമ്യൂസ് നിലവിളിച്ചു. പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ എന്ന് കരുതി ബർത്തിമ്യൂസ് അവിടെ മിണ്ടാതിരിക്കുന്നില്ല. ബർത്തിമ്യൂസ് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു എന്നാണ് പറയുക. ഇതിനെയാണ് പൂർണ്ണ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് യേശു മനസ്സിലാക്കിയത് കൊണ്ട് യേശു അവിടെ നിന്നു ആ ബർത്തിമ്യൂസിനെ വിളിക്കാനായിട്ട് പറയുകയാണ്. യേശുവിൻ്റെ അരുമ ശിഷ്യന്മാർ ഓടിച്ചെന്ന് ബർത്തിമ്യൂസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ധൈര്യമായിരിക്കും. ഇത്ര മനോഹരമായ വാക്കാണ്. കാരണം സ്ത്രീഹന്മാർക്ക് മനസ്സിലായി ഇവൻ്റെ അന്ധമായ കണ്ണ് നമ്മുടെ ഗുരു ഇപ്പോൾ തുറക്കും. അവിടെ ഇവർക്ക് നല്ല ഉറപ്പുണ്ട്,
കാരണം ഇവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കുറച്ച് കാലങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതും കുരുടന് കാഴ്ച കൊടുക്കുന്നതും ചെകിടന് കേൾവി കൊടുക്കുന്നതൊക്കെ കണ്ട് കണ്ട് ഇവരുടെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയണത് ധൈര്യമായിരിക്കും, യേശു നിന്നെ വിളിക്കുന്നു. ബർത്തിമീസ് ആകട്ടെ പുറംകുപ്പായമെടുത്ത് ദൂരെ എറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു ചാടുകയാണ്. വിശ്വാസം എന്നതൊരു കുതിച്ചു ചാട്ടമാണ്. വിശ്വാസം ഒരു കുതിച്ചു ചാട്ടമാണ്. അവിടെ ബുദ്ധിയായിട്ട് ഒരു ബന്ധമില്ല. യേശു ചോദിക്കുന്നൊരു മനോഹര ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളാണെങ്കിൽ പറയും, അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടണം, അങ്ങയ്ക്ക് പറ്റുമെങ്കിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷെ ബർത്തിമേസ് പറയാണ്, അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടണം. തറപ്പിച്ച് പറയാം. അത് കിട്ടുന്നുള്ള പ്രതീക്ഷ അവനുണ്ട്, ആ ബോധ്യം അവനുണ്ട്. അതിനെയാണ് പൂർണ്ണ വിശ്വാസം എന്ന് പറയുക. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന് വേണ്ടി നമുക്കും ആഗ്രഹിക്കാം. എവിടെയോ നമുക്ക് കൈമോശം വന്ന വിശ്വാസം, നമ്മുടെ ചഞ്ചല വിശ്വാസം, ഇന്ന് മക്കളിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കാൻ ഒരുങ്ങുന്നത്. മക്കളാണ് നമ്മുടെ ഭാവി, അല്ല, കർത്താവാണ് നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. കർത്താവെ, ഞങ്ങളിലുള്ള ചഞ്ചല വിശ്വാസത്തെ മാറ്റി പൂർണ്ണ വിശ്വാസം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. കർത്താവ് സമൃദ്ധമായ കൃപ നമ്മളെല്ലാവരിലേക്കും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ തിരുസ്നേഹം കർത്താവ് സമൃദ്ധമായിട്ട് ഒഴുകട്ടെ.